നന്ദി അജിനി ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2177 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ ശാന്താചന്ദ്രൻ മാഡമാണ്. 2021 സ്വാമി ആദരദാസ് ദേശീയ അവാർഡ് സഹിയിൽ നിന്നും ഡോക്ടർ രമാദേവി അമ്പാടി മാഡം നേടിയപ്പോൾ സംസ്ഥാന അവാർഡ് ശാന്താചന്ദ്രൻ ഡോക്ടറും കരസ്ഥമാക്കി. വന്ധ്യതയെക്കുറിച്ച് ധാരാളം പൊതുജന ബോധവൽക്കരണ ക്ലാസുകൾ, ഡോക്ടർമാർക്കായി സെമിനാറുകൾ, കൂടാതെ വന്ധ്യതയിൽ വൻ വിജയം നേടിയ വ്യക്തിത്വം. 42 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ഇന്നത്തെ വിഷയം ശാന്ത ഡോക്ടറോടൊപ്പം ചോദ്യോത്തരവേള. ഇതിനോടകം അനേകം നല്ല നല്ല ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുള്ള മാഡത്തിൽ നിന്ന് ഇന്നും നമുക്കൊരു ക്ലാസ് കൂടി പ്രതീക്ഷിക്കാം. ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ശാന്താചന്ദ്രൻ മാഡത്തെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാഡത്തിന് ആരംഭിക്കാം. താങ്ക് യു ഡോക്ടർ മറിയാമ്മ. IFPHന്റെ പിന്നിലുള്ള എല്ലാ നല്ല ഡോക്ടർമാരെയും ആശംസിച്ചുകൊണ്ട് ഇത്രയും ഒരു ഇത്രയും വർഷം ഇടതടവില്ലാതെ ഈ ഒരു തപസ്യയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ ഡോക്ടർമാരെയും ആദരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങി. ഇന്നൊരു പർട്ടിക്കുലർ സബ്ജക്റ്റ് എനിക്ക് ഡോക്ടർ പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല. ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ളതാണ്. എങ്കിലും ഞാൻ ആമുഖമായിട്ട് എൻ്റെ ഈ മാസത്തെ ഒരു അനുഭവം ഇൻഫെർട്ടിലിറ്റി കേസിൽ ഞാൻ പറയാം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ നന്നായി. അതായത് ഒരു 6 വർഷം കുട്ടികളില്ലാതെ 4 വർഷം കുട്ടികളില്ലാതിരുന്നു എന്നൊക്കെ വന്ന ഒരു പേഷ്യന്റ്. നമ്മൾ മരുന്ന് കൊടുത്ത് കൗണ്ട് വളരെ കുറവായിരുന്നു, ഓവുലേഷൻ ഇല്ല, ഓവുലേഷനും ഇറഗുലർ മെൻസസ്, ഓവുലേഷനും വളരെ കുറവ്. അങ്ങനെ മെഡിസിൻ കൊടുത്ത് എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇത് കഴിഞ്ഞ മെയ് 8-ാം തീയതി ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് വന്നു. ഒന്ന് ഇതൊരു അനുഭവമാണത്, നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അൾട്രാസൗണ്ട് ആദ്യം ബീറ്റ-ICG ചെക്ക് ചെയ്തപ്പോൾ ബീറ്റ-ICG കേൾക്കാമല്ലോ അല്ലേ മറിയാമ്മ ഡോക്ടറെ? അപ്പൊ നമ്മൾ ആദ്യം ബീറ്റ-ICG ആണ് ഞാൻ ചെക്ക് ചെയ്യിക്കുന്നത്. ബീറ്റ-ICG ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 32 ഉണ്ടായത്. അപ്പൊ അത് പോസിറ്റീവാണ്. അത് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അത് 64 അപ്പോഴും അത് പോസിറ്റീവാണ്. അപ്പൊ അവർക്ക് ധൃതി പോയി അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അൾട്രാസൗണ്ട് ചെയ്യിച്ച ഫസ്റ്റ് റിപ്പോർട്ടിൽ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് വെച്ചിട്ട് 8 ആഴ്ചയായിരുന്നു. പക്ഷെ ഇതില് സിംഗിൾ ഇൻട്രായൂട്രൈൻ ജസ്റ്റേഷൻ കറസ്പോണ്ടിങ് ടു 5 weeks 6 days. അപ്പൊ അതിൽ സജസ്റ്റ് റിവ്യൂ സ്കാൻ ആഫ്റ്റർ 1 week ടു കൺഫേം വയബിലിറ്റി. അവരോട് പറഞ്ഞ് അവിടെ ഒരു ജസ്റ്റേഷണൽ സാക്ക് മാത്രമേ ഉള്ളൂ, അവിടെ ഒന്നും ഇല്ല. 8 ആഴ്ചയായല്ലോ, കണക്ക് പ്രകാരം 8 ആഴ്ചത്തെ വളർച്ച വേണം, അവിടെ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഈ പേഷ്യൻ്റ് അങ്ങ് ഡിപ്രസ്ഡ് ആയി. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ, ഞാൻ അതിന് മരുന്ന് തരാം എന്ന് പറഞ്ഞ അവര് ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് വന്നത്. അതില് യോക്സാക്ക് മാത്രമേ ഉള്ളൂ, വിത്ത് യോക്സാക്ക്, ജസ്റ്റേഷൻ യോക്സാക്ക് മാത്രമേ, എംബ്രിയോ ഇല്ല എന്നാണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ലേ മരുന്ന് തന്നത്, ഞാൻ ഓവുലേഷൻ ഉണ്ടാവാനായിട്ട് നമ്മൾ ലേറ്റ് ആയിട്ടല്ലേ ഓവുലേഷൻ ഉണ്ടായേ. അപ്പൊ യൂഷ്വലി ഇങ്ങനെ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പീരീഡ് വരാനുള്ള മരുന്ന് എടുക്കാണ് പതിവ്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യല്ലേ, ഞാൻ പറയണ കേക്ക്, ഒരു 4 ആഴ്ചയും കൂടെ എനിക്ക് അത് ശരിയാകും. അത് ബീറ്റ-ICG ഒക്കെ പോസിറ്റീവ് അല്ലേ, അതുകൊണ്ട് അത് പോസിറ്റീവ് ആകും, അത് കറക്റ്റ് ആകും എന്ന് പറഞ്ഞു. അബ്നോർമൽ ആയിട്ടുള്ള ബീറ്റ-ICG ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞയച്ചത്.
അപ്പൊ ഇതില് ഇത് സ്കാൻ ചെയ്തത് 8/5/26 അല്ല ജൂൺ 3-ാം തീയതിയാണ് ഇത് സ്കാൻ ചെയ്തത് കേട്ടോ. അപ്പോഴാണ് യോക്സാക്ക് ഒന്നുമില്ല. അപ്പൊ പിന്നെ സ്കാൻ ചെയ്തത് ഇപ്പൊ 18/7 സ്കാൻ ചെയ്തു. 18/7 സ്കാൻ ചെയ്തപ്പോ കറക്റ്റ് ആയിട്ട് സിംഗിൾ ലൈവ് ഇൻട്രായൂട്രൈൻ ജസ്റ്റേഷൻ കറസ്പോണ്ടിങ് ടു 7 weeks 5 days. ഹാർട്ട് ബീറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ ആദ്യത്തെ സ്കാൻ റിപ്പോർട്ട് പ്രകാരം അത് കളഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ട് LMP 8/5/26 ആയതുകൊണ്ട് മെയ് 8-ാം തീയതി ആയതുകൊണ്ട് ജസ്റ്റ് 10 ആഴ്ച ആയിട്ടുണ്ട്. പക്ഷെ അവിടെ എംബ്രിയോ 7 weeks സൈസ്. അപ്പൊ ഒരു സ്കാനിങ് കൊണ്ട് കൺഫേം ആക്കി ഒരു അബദ്ധവും ചെയ്യല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അനുഭവം പറഞ്ഞത്. സാധാരണ അവിടെ ജസ്റ്റേഷണൽ സാക്ക് ഉണ്ട്, അവിടെ കുട്ടിയില്ല, ഹാർട്ട് ബീറ്റ് ഇല്ല, സാക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും പീരീഡ് വരാനുള്ള മരുന്നാണ് പിന്നത്തെ അടുത്ത ഓപ്ഷൻ. അപ്പൊ അത് നമ്മൾ BTICG നോക്കി ഒരു പീരീഡിന്റെ ഡേറ്റ് ഒക്കെ നോക്കി നമ്മൾ ഓവുലേഷന് കൊടുത്ത ഓവുലേഷൻ ഉണ്ടാകാനുള്ള മരുന്നിന്റെ ഡേറ്റ് ഒക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് രണ്ടാമതൊരു സ്കാനിങ് കൂടെ ചെയ്തിട്ട് നമ്മളതിനെ കൺഫേം ആക്കാവുള്ളൂ. അബദ്ധത്തിൽ വരരുതെന്ന് പറയാനാണ് ഈ ഒരു കേസ് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വല്ലതും വന്നിട്ടുണ്ട്? അതോ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ലേ? അത് ഏത് മെഡിസിനാ കൊടുത്തത് മാഡം? മരുന്ന് കൊടുത്തത് പറഞ്ഞില്ല. മരുന്ന് കൊടുത്തത് അവർക്ക് സിഫിലിനം 10. ഞാൻ പറഞ്ഞുതരാം. സിഫിലിനം 10. സിഫിലിനം 10 പിന്നെ അശ്വഗന്ധ ടിഞ്ചർ. തൈറോയിഡിനം 3x. തൈറോയിഡിനം 3x 3 നേരം കൊടുത്തു. അശ്വഗന്ധ ടിഞ്ചറും 3 നേരം. പിന്നെ കൽക്കേരിയ ഫോസ്, കൽക്കേരിയ ഫ്ലൂറ്, നാട്രം ഫോസ്, മാക്പോസ്, കാലിഫോസ്. ഈ 5 ഫോസും കൊടുത്തു. 4 ഫോസും ഒരു കൽക്കേരിയ ഫ്ലൂറും കൊടുത്തിട്ട് 5 ബോട്ടിലിൽ നിന്നും ഓരോ ടാബ്ലറ്റ് വെച്ചിട്ട് ദിവസം 4 നേരം കഴിക്കാം. പിന്നെ തൈറോയിഡിന് 3x 3 നേരം. സിഫിലിനം 10 കൊടുത്ത്. അത്രയുമാണ് കൊടുത്തത്. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ചെക്ക് ചെയ്തത്. പിന്നെ ഇപ്പോഴും മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്ന. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രഗ്നൻസി പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അടുത്ത ട്യൂബർക്കുലിൻ സിഫിലിനം കൊടുത്തു കഴിഞ്ഞ് പിന്നെ ട്യൂബർക്കുലിനം കൊടുത്ത് കാർസിനോസിൻ കൊടുത്ത് ഇപ്പൊ ഇനി അതിന്റെ കറക്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നു കൊടുക്കാനായിട്ട്. മാഡം ആ പ്രോട്ടോകോൾ ഒന്നുകൂടെ പറയാമോ? പ്രഗ്നൻസി പ്രോട്ടോകോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രോട്ടോകോൾ ഞാൻ ആദ്യം കൊടുക്കുക. ഫസ്റ്റ് നമ്മളൊരു ഇറഗുലർ മെൻസസ് അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രോബ്ലം ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് പിന്നെ ആദ്യം സിഫിലിനം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ 4 ആഴ്ച സെപ്പിയ 200 കൊടുക്കും. പിന്നത്തെ 4 ആഴ്ച തൂജ 200. അത് കഴിയുമ്പോൾ പിന്നെ കാർസിനോസിൻ 200 ഒരു ഡോസ്, ഒരു മന്ത്ലി വൺസ്. കാർസിനോസിൻ പിന്നെ ട്യൂബർക്കുലിനം, മെഡോറിനം, സൾഫർ, സോറിന്. അതാണ് അതിന്റെ പ്രോട്ടോകോൾ. അപ്പൊ അതില് ആദ്യം സിഫിലിനം കഴിഞ്ഞാൽ സെക്കൻഡ് മന്ത് സെപ്പിയ വരും. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിൽ ഒരിക്കൽ കൊടുക്കും. കാരണം നമുക്കൊരു ഉറക്കണമല്ലോ. 5 ദിവസം എവരി ഫിഫ്തിലെ കൊടുക്കും. പിന്നെ മന്ത്ലി വൺസ് കാർസിനോസിൻ, ട്യൂബർക്കുലിനം. ഏകദേശം 4-ാം മാസം 3-ാം മാസം വരുന്നേ. 3-ാം മാസം തുടങ്ങിയിട്ട് 3-ാം മാസം കാർസിനോസിൻ, 4-ാം മാസം ട്യൂബർക്കുലിനം. പിന്നെ 5-ാം മാസം മെഡോറിനം.
പൊട്ടൻസി ട്യൂബോക്കലിനത്തിന്റെ പൊട്ടൻസി, ടെന്നം, മെഡോർണത്തിന്റെ പൊട്ടൻസി. കാർസിനോസിൻ 200, ആ പിന്നെ മെഡോർണം, മെഡോർണം 10, സൾഫർ, സൾഫർ 1, പിന്നെ സോർണം, സോറിന് അത് അത് 200. 200. അപ്പൊ നമ്മൾ 7 മാസം ആയത്. ആ, അപ്പൊ 8-9 മാസത്തിൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? പൾസാറ്റില് കൊടുക്കും. പൾസാറ്റില് 50 കൊടുക്കും. അത് 8-ാം മാസത്തിലേ കൊടുക്കുവോ? അല്ല, 8-ാം മാസത്തിലല്ല, 9-ാം മാസത്തിൽ ലാസ്റ്റ്. 8-ാം മാസം പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. സൾഫർ കൊടുത്തു കഴിഞ്ഞ് സോറിനും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇതാണ്. പിന്നെ ഒരു മാസം വെറുതെ ബൈക്കോ 26 കൊടുക്കും. ആ. പിന്നെ ഒരു മിനിറ്റ്. ആ, ശരി. ശരി. ക്ലിയർ ആയോ? അതൊക്കെ ക്ലിയർ ആയി. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പൾസാറ്റില് നമ്മുടെ ഡേറ്റിന് എത്ര ദിവസം മുമ്പ് കൊടുക്കണം? ഡേറ്റിന് 2 ആഴ്ച മുമ്പ് കൊടുത്താൽ മതി. 2 ആഴ്ച മുമ്പ് പൾസാറ്റ്, ഒരാഴ്ച മുമ്പ് കൊടുക്കാം. പൾസാറ്റില് 50 കൊടുത്തിട്ട് നമ്മൾ അതിന് മുന്നേ ഇത് കോളോഫില് ടിഞ്ചർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 30 കൊടുക്കും. 3 നേരം കൊടുക്കും. അത് പൾസാറ്റിലേക്ക് മുൻപാണോ? പൾസാറ്റിലേക്ക് മുമ്പേ കൊടുക്കാം. കോളോഫിലും ബൈക്കോ 26 പൾസാറ്റിലേക്ക് മുമ്പേ കൊടുക്കും. നമ്മള് ഈ ഫെറംഫോസ്, ഈ 4 ഫോസും കൽക്കേരിയ ഫ്ലോറും കൂടെ കൊടുക്കൂലേ, അതൊരു 3-4-5 മാസം വരെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 മാസം വരെ കൊടുക്കാം. അപ്പൊ ഗ്രോത്ത് ഒക്കെ കറക്റ്റായി മറ്റ് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ 8-ാം മാസം തുടങ്ങിയിട്ട് ബൈക്കോ 26 കൊടുക്കാം. 9-ാം മാസം ആകുമ്പോൾ ബൈക്കോ 26, അതിന്റെ കൂടെ മാക്ഫോസിനകത്ത് കോളോഫിലം 30 ഇട്ടിട്ട് കൊടുക്കും. പിന്നെ ലാസ്റ്റ് ആ ഡെലിവറി ഡേറ്റിന് ഒരാഴ്ച മുമ്പോ 2 ദിവസം മുമ്പ് കൈ കൊടുത്തേക്കും പൾസാറ്റിലെ 50. എന്തെങ്കിലും ഒരു ഇതില് ബുദ്ധിമുട്ട് തോന്നിയാൽ കഴിക്കാം. പിന്നെ മാക്ഫോസിൽ കോളോഫിൽ ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ ഫോൾസ് ലേബർ പെയിൻ ഒക്കെ വരില്ലേ, അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ വല്ല പെയിൻ തോന്നുമ്പോൾ അത് ഒരു 3-4 ഡോസ് അടുപ്പിച്ചങ്ങ് കഴിക്കാൻ പറ്റും. അപ്പൊ അതങ്ങ് കുറയും. ഫോൾസ് ലേബർ പെയിൻ ആണെങ്കിൽ അതുകൂടി അതങ്ങ് മാറും. പൾസാറ്റില് 50 കഴിഞ്ഞിട്ട് പിന്നെ ഡെലിവറി വരെ വേറെ ഒന്നും കൊടുക്കണ്ടേ? അല്ല, ഡെലിവറി അപ്പോഴേക്കും ആവും. ഡെലിവറിക്ക് ഒരാഴ്ച മുമ്പല്ലേ കൊടുക്കണേ. അപ്പൊ നമ്മൾ കോളോഫിലും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഡെലിവറി ലേബർ പെയിൻ തുടങ്ങുമ്പോൾ ഈ കോളോഫിലും ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. അതിനുശേഷം പൾസാറ്റിലേക്ക് ശേഷം പിന്നെ കോളോഫിലും മാക്ഫോസും കൂടെ കൊടുക്കണം. ഞാൻ മറ്റുള്ളവരുടെ അറിവിലും കൂടെയാണ് മാഡം പറഞ്ഞിട്ട് ഞാനിപ്പോ 7-ാം മാസത്തിൽ സോർണം 200 വരെ ഒരു പേഷ്യന്റ് കൊടുത്തിരിക്കുകയാണ്. അടുത്ത ഇനി ബൈക്കോറ്റ് കൊടുക്കാം. ബൈക്കോ 26 കോളോഫിലും മാക്ഫോസും. മാക്ഫോസിൽ ഇട്ട് കൊടുക്കും. അപ്പൊ എനിക്കത് സേഫ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കോളോഫിലും കൊടുക്കാം. അതല്ലെങ്കിൽ പീരീഡിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരു റിപ്പീറ്റഡ് അബോർഷനോ ഒക്കെ അങ്ങനെ വന്നൊരു കേസ് ആണെങ്കിൽ കോളോഫിലത്തിന് മുമ്പായിട്ട് നമ്മൾ സെൻസിഫുക കൊടുക്കും. സെൻസിഫുക നമ്മൾ ഫസ്റ്റ് മന്ത് തുടങ്ങി ഒരു അബോർഷൻ ഹിസ്റ്ററി ഉള്ള ഒരു ഫാമിലിയാണ്, അബോർഷനുള്ള കേസ്, അബോർഷൻ ടെൻഡൻസി ഉള്ളതാണെങ്കിൽ നമുക്ക് സെൻസിഫുക ഫസ്റ്റ് മന്ത് തുടങ്ങിയിട്ട് ഡെലിവറി വരെയും കൊടുക്കും. ഓരോ ഡോസ് വെച്ച് ഏത് പൊട്ടൻസിയാ മാഡം? 40 കൊടുത്താൽ മതി. അത് ഡെയിലി ഒരു ഡോസ് വെച്ച് കൊടുത്താൽ മതിയോ? ഡെയിലി ഒരു ഡോസ് വെച്ച് കൊടുക്കും. ഞാൻ മരുന്നൊന്നും കുറയ്ക്കാറില്ല. എനിക്ക് പ്രഗ്നൻസി ആയാൽ അത് കംപ്ലീറ്റ് ആവണം. അപ്പൊ നമുക്ക് അതിന് ആവശ്യമുള്ള മെഡിസിൻ. അതുപോലെ തന്നെ പ്രഗ്നൻസി സ്റ്റാർട്ടിങ് തുടങ്ങി തൈറോയിഡിന് 3x ഒരു നുള്ള് രാവിലെ എണീക്കുമ്പോൾ തന്നെ നാക്കിൽ ഇട്ടിട്ട് എണീക്കുന്നതിന് മുന്നേ ബെഡിൽ വെച്ച് തന്നെ ഒരു നുള്ളല്ല 5 പിഞ്ച്, എൻ്റെ ഒരു സ്പൂണുണ്ട്, ഗ്രെയിൻ സ്പൂൺ ഉണ്ട്, ആ ഒരു സ്പൂൺ കൊടുക്കും. ആ സ്പൂൺ തൈറോയിഡിന് 3x നാക്കിലിട്ട് അത് അലിച്ച് കഴിക്കാൻ പറയും.
അത് കഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം കൂടെ കിടന്നിട്ട് എണീക്കാൻ പറയും. അങ്ങനെ ആകുമ്പോൾ പ്രോപ്പർ ഗ്രോത്തും ഉണ്ടാകും. ഒരു കോംപ്ലിക്കേഷനും എക്ലാംസിയോ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. പിന്നെ വോമിറ്റിംഗ്, പ്രഗ്നൻസി വോമിറ്റിംഗ് ഉണ്ടാവില്ല. എല്ലാത്തിനും നല്ല ബെറ്റർ ആയിരിക്കും. ഈ തൈറോയിഡ് ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്കാണേലും ഇല്ലാത്തവർക്കാണേലും കൊടുക്കാം. നമ്മളിപ്പോ പ്രഗ്നൻസി എന്ന് പറഞ്ഞ് പോകുമ്പോൾ തന്നെ അവർ ഇത് തൈറോയിഡും ഒക്കെ ചെക്ക് ചെയ്യണ്ട, എൽട്രോസിനോ അതൊക്കെ കൊടുക്കുമല്ലോ, എങ്കിലും കൊടുക്കും, നമുക്ക് കൊടുക്കും. കുഞ്ഞിനൊരു അപാകത ഉണ്ടാവില്ല. നല്ല നമ്മുടെ ഹോമിയോപ്പതി കുട്ടികളൊക്കെ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളത്, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് വരിക. അത് എത്ര ദിവസം കൊടുക്കും തൈറോയിഡ്? തൈറോയിഡിന് 3x മാസം വരെ കൊടുക്കും. എത്ര? 7 months വരെ. ഒരു നുള്ളി ഇത്രയും ഒരു പിഞ്ച് ഇങ്ങനെ നാക്കിലിട്ടിട്ട് കിടന്നോളാം. ഫസ്റ്റ് മന്ത് മുതൽ 7 month വരെ കൊടുക്കും. കൊടുക്കാം. ഒരു ഡോസ്. പിന്നെ റെസ്ക്യൂ റെമഡിയും അക്കണൈറ്റും അവരുടെ കയ്യിൽ കൊടുത്തിരിക്കും. കാരണം എന്തെങ്കിലും പ്രോബ്ലം, എന്തെങ്കിലും ഒരു സ്പോട്ടിങ്ങോ ഒരു അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ അപ്പൊ തന്നെ റെസ്ക്യൂ റെമഡിയും അക്കണൈറ്റും കഴിക്കാൻ പറ്റും. ഇതാണ് സ്പൂണ്. ഈ സ്പൂണിനെ കൊടുക്കും. കണ്ടോ കണ്ടോ? ആണ് ഗ്രെയിൻ സ്പൂൺ. ഇതുകൊണ്ട് ഒരു ഗ്രെയിൻ ഇങ്ങനെ വടിച്ചൊരു ഗ്രെയിൻ നാക്കിലിടാം. അതിട്ടിട്ട് കുറെ സമയം കിടന്നിട്ട് പിന്നെ എണീക്കാൻ പറയും. അപ്പൊ വോമിറ്റിങ്ങിന് നല്ല കുറവ്. അത് പൗഡർ ആണല്ല അല്ലേ, ടാബ്ലറ്റിനേലും? ഇതാണ് സ്പൂൺ. ക്ലിനിക്കിൽ ഇരുന്നായിരുന്നു ഞാൻ കാണിച്ചത്. അതാണ് എന്റെ അനുഭവം. അക്കോണൈറ്റ് ഏത് പൊട്ടൻസിയാ കൊടുക്കുന്നത്? 10 ഒരു ഡോസ്? അല്ല, അത് കയ്യിൽ വയ്ക്കുക. ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് വരുമല്ലോ ചിലർക്ക്. ഇപ്പൊ പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ ബീറ്റാസിജി ചെക്ക് ചെയ്തു, പോസിറ്റീവ് എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇത് രണ്ടും കയ്യിൽ വെക്കാൻ കൊടുക്കും. ഒരു ഇംപ്ലാന്റേഷൻ, ഒരു സ്പോട്ടിങ് ഉണ്ടാവും ചിലർ. അങ്ങനെ കണ്ട് ഇവരങ്ങ് പേടിക്കും. അപ്പൊ തന്നെ നമ്മളൊരു ആക്കണൈറ്റ് വണ്ണം കൊടുത്ത് റെസ്ക്യൂ റെമഡിയും കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് കൺട്രോൾ ആകും. എന്നിട്ട് നിൽക്കണില്ലെങ്കിൽ വരാൻ പറയും. അപ്പൊ ആർണിക്ക കൊടുക്കും. ആർണിക്കയും ആക്ടിയറസ്മോസയൊക്കെ അപ്പൊ കൊടുക്കും. ആർണിക്ക പൊട്ടൻസി 30. സിമിസിഫികയും 30. അതെ. അത് ബ്ലീഡിങ് നിന്നില്ലെങ്കിൽ? ബ്ലീഡിങ് നിന്നിരിക്കും. ഇനി ആർക്കെങ്കിലും മാഡത്തിനോട് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത്. പിന്നെ ആർക്കെങ്കിലും മാഡത്തിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്. ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡിന് ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു കേസിന്റെ റിപ്പോർട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞു. സാധാരണ ഒരു കേസിൽ ഇപ്പൊ നമ്മൾ ഫൈബ്രോയിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടുമെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നമ്മളൊക്കെ കൊടുക്കാമല്ലോ. പിന്നെ ഇത് എനിക്ക് ഒരു കോതമംഗലത്ത് നിന്ന് വന്നൊരു കേസാണ്. അതിന് ഫൈബ്രോയിഡ്, ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് ഇപ്പോൾ ഒരു കമന്റ് ബോക്സിൽ വന്നതെന്ന് അറിയാം. ആന്റീരിയർലി 2.6 into 1.8, പോസ്റ്റീരിയർലി 4.6 into 1.9 centimeter. ഇത്രയും ഫൈബ്രോയിഡ്, grade 1 ഫാറ്റി ലിവർ, എൻഡോമെട്രിയം തിക്നെസ് 14. അപ്പോൾ പിന്നെ ഒരു തൈറോയ്ഡ് ഇതുള്ള കേസാണ്. തൈറോയ്ഡ് പേഷ്യൻ്റ് ആണ്. ഹൈപ്പോതൈറോയിഡിസം പേഷ്യൻ്റ്. അവർ തൈറോക്സിൻ 25 എടുക്കണ ഒരു പേഷ്യൻ്റ് ആണ്. എൻ്റെ അടുക്ക വരുമ്പോൾ TSH 3.6. എൻ്റെ അടുക്ക വന്നത് 29/4/26 വന്നത് കേട്ടോ. അപ്പൊ ഞാൻ അതിന് കൊടുത്തത്, നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം,
നാട്രമൂർ വണ്ണം 6 ഡോസ്, തൂജ വണ്ണം 6 ഡോസ്, കൊണയം വണ്ണം 6 ഡോസ്. അത് നമ്മളെ ചാക്ക ഡോക്ടറിന്റെ തൈറോയിഡിന്റെ പ്രോട്ടോകോളാണത്. തൂജയും നാട്രമൂറും. ഞാൻ അതിന്റെ കൂടെ കൊണയവും കൂടെ ചേർത്ത്. അത്രേ ഉള്ളൂ. അത് കൊടുത്തിട്ട് പിന്നെ കാർഡസ് ടിഞ്ചറും ഫ്രാക്സിനസ് ടിഞ്ചറും കൽക്കേരിയ ഫ്ലൂർ 6X ആണ് കൊടുത്തത്. എന്തോ ഈ കാർഡസ് കൊടുക്കുന്നത് ഇത് ഫാറ്റി ലിവർ പറഞ്ഞോണ്ട്, ഫാറ്റി ലിവർ. അപ്പോ ഇത് 29/4 ഒരു ഇതൊന്ന് കൊടുത്ത്, അത് കഴിഞ്ഞ് പിന്നെ കൊടുത്ത് 18/5 കൊടുത്തത് അടുത്ത കോഴ്സ്. ഇതുപോലെ തന്നെ കൊടുത്ത്. പിന്നെ കൊടുത്തത് 29/6 കൊടുത്തു. അപ്പൊ ഈ മാസം പോയി അവര് പോയി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഫാറ്റി ലിവർ ഇല്ല, ഫൈബ്രോയിഡ് 4.6 × 1.9 ഉള്ളത്, സീഡ്ലിങ്സ് ഫൈബ്രോയിഡ് പോരെ. ഞാൻ എൻ്റെ റിപ്പോർട്ട് ഈ ഫോണിലാണ്, എനിക്കത് വായിക്കാൻ പറ്റുന്നില്ല. ഫോണിൽ അവർ അയച്ചു തന്നതേ ഉള്ളൂ. ഇനി മരുന്ന് കഴിക്കണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ട, കഴിക്കണ്ട, എന്നാലും എനിക്ക് ആ റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച്. അപ്പൊ ഇത് ഞാൻ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് പ്ലസ് തൈറോയിഡും കൂടെ ചേർത്തിട്ടാണ് ഞാൻ കൊടുത്തത്. ഇനി വരുമ്പോൾ TSH നോക്കാൻ പറഞ്ഞപ്പോൾ തൈറോയിഡ് വേണമെങ്കിൽ നിർത്താൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കും. 3 കോഴ്സേ കൊടുത്തുള്ളൂ. അപ്പൊ ഫൈബ്രോയിഡ് കുറഞ്ഞു. മൂന്ന് കോഴ്സ് നാട്രമൂറും തൂജയും കൊണിയവും 20 ദിവസം കൂടി ചാക്ക ഡോക്ടർ പറഞ്ഞ പോലെ. അതെ, അതിന്റെ കൂടെ ഞാൻ കൊണയും കൂടെ ചേർത്ത്. ഇനി എന്താ പറയണ്ടേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ, അല്ലെ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി, സംശയമുള്ളത് ചോദിക്കാം. ഇനി ഞാനൊരു കാര്യം ചെയ്യാം. ഞാനേ ഈ കഴിഞ്ഞ ഞായറാഴ്ച ട്രിവാൻഡ്രത്ത് ഒരു ഇൻഫെർട്ടിലിറ്റി സെമിനാർ ഉണ്ടായിരുന്നു. ഞാനും രമയും കൂടി എടുത്തു. ഞാൻ മെയിൽ ഇൻഫെർട്ടിലിറ്റി, രമ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി എടുത്തു. അപ്പൊ ഞാൻ അവിടേക്ക് എഴുതി വെച്ച കുറച്ച് മെഡിസിൻസ് ഉണ്ട്, പറഞ്ഞില്ല. അത് ഞാൻ പറയാം. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ലോ MH ഹൗ ടു മാനേജ് എന്ന് വന്നിട്ടുണ്ട്. ലോ AMH ഹൗ ടു മാനേജ്. ലോ AMHന് കുർക്കുമ ടിഞ്ചർ ഡെഫിനിറ്റ് മെഡിസിൻ കേട്ടോ. കുർക്കുമ ടിഞ്ചർ 3 നേരം കൊടുക്കാം. പിന്നെ അവരോട് പറയാം, നല്ല മഞ്ഞപ്പൊടി കിട്ടുവാണെങ്കിൽ ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി 1 ഗ്ലാസ് പാലിലിട്ട് ബോയിൽ ചെയ്തിട്ട് രാത്രി കിടക്കുമ്പോൾ കുടിക്കാൻ പറയും. പിന്നെ കൊടുക്കേണ്ടത് ഓവറി 3X, ലെസിത്തിൻ 3X, ഒലിയം ജാക്ക് 3X. അത് 3 ടാബ്ലറ്റും കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് അതിന്റെ ആ കേസ് അനുസരിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ. അത് കൽക്കേരിയ കാർബോ നല്ലൊരു മെഡിസിനാണ് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ്. സൾഫർ കൽക്കേരിയ കൊടുത്താലും മതി. സൾഫർ കൽക്കേരിയ ലൈക്കോപോഡിയം, അതല്ല നാട്രമൂർ ഏതാണ് കൊടുക്കാം. പ്ലാറ്റിന കൊടുക്കാം. ഒരു കല്യാണം കഴിഞ്ഞ് പോയി ഒരു നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫാമിലി ചെന്നപ്പെട്ടുള്ള ഒരു ആൾക്കാരാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പ്ലാറ്റിന കൊടുക്കും. ഒരു ഫാമിലിയിൽ ഒരു തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്. അപ്പൊ കല്യാണം വരെ പീരീഡ്സ് കറക്റ്റ് ആയിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോൾ പീരീഡ്സും ഇറഗുലർ ആയി,
ഓവലേഷനും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പ്ലാറ്റിന 30 3 നേരവും കൊടുക്കാം. എന്നിട്ട് ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്കും എഗ് ഉണ്ടാകും. മറ്റേ ഓലിയം ജാക്കും കുർക്കുമയും മറ്റേ ലെസിത്തിനും ഒക്കെ പറഞ്ഞ് അതെല്ലാം ഒരു ടോണിക് റെമഡി ആയിട്ട് കൂട്ടിയാൽ മതി. ഇതെല്ലാം പൗഡറാണോ? ഓവറിയും പൗഡറാ നല്ലത്, എല്ലാം പൗഡർ കിട്ടും. ഒരെണ്ണം രാവിലെ, ഒന്ന് ഉച്ചയ്ക്ക്, ഒന്ന് രാത്രി. സ്പൂണിൽ ഒരു സ്പൂണാണ് കഴിക്കാൻ പറയും. അത് മാഡം ഈ ഓവറി 3x രാവിലെ, ലെസിത്തിൻ ഉച്ചയ്ക്ക്, അങ്ങനെയാണോ അതോ എല്ലാം 3 നേരമാണോ? 3ഉം രാവിലെ ഉച്ചയ്ക്ക്. ഇത് എന്താണ് AMH ബിലോ 1 ഒക്കെയാണ്, 0.9 ഒക്കെ ആണെങ്കിൽ ഇത് 3 നേരവും കഴിച്ചിട്ട് കുർക്കുമ ടിഞ്ചറും കഴിക്കാം. തീർച്ചയായിട്ടും സ്പ്രൗട്ട് നിറയെ കഴിക്കാൻ പറയും, മുളപ്പിച്ച സാധനങ്ങൾ. പിന്നെ ഈ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ പാലിലിട്ട് കുടിക്കുന്നത് വളരെ നല്ലത്. രാത്രിയില് രാത്രിയിൽ കുടിക്കും. ഞാൻ എൻ്റെ അടുക്കെ ഇപ്പൊ എൻ്റെ ഇവിടെ അടുത്തുള്ള ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ലാബ് ടെക്നീഷ്യൻ വെച്ചു. അതിന് ഇറഗുലർ പീരീഡുമാണ്, മുഖം നിറച്ച് കാര്, മുഖത്ത് മുഴുക്ക കറുത്ത കറുത്ത ഡോട്ടും മുഖക്കുരു, ഓയിലി സ്കിന്നും ഒക്കെയാണ്. അത് പറഞ്ഞ അടുത്ത മാസം കല്യാണമാണ്, സെപ്റ്റംബർ കല്യാണമാണ്. ഈ മുഖം ഒന്ന് ശരിയാക്കി തരുമെന്ന് ചോദിച്ചു. ഓയിലി ആയിട്ട് വല്ലാതെ ഇരിക്കുന്നു. അത് നമ്മൾ സാധാരണ കുട്ടികളൊക്കെ വന്ന് ചോദിക്കുന്നൊരു കംപ്ലൈന്റ് ആണല്ലോ മുഖക്കുരുവിന്റെ കാര്യം, അല്ലേ? അപ്പൊ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ഉണ്ട് അതിന്. ഞാൻ കൊടുത്തത് ഇപ്പൊ ഞാൻ പോയി ഈ കെമിക്കൽ ഫേഷ്യൽ ഒന്നും ചെയ്തേക്കരുത്, വെറുതെ ചൂടുവെള്ളവും പച്ചവെള്ളവും കൊണ്ട് മുഖം കഴുകുക. നമുക്കിപ്പോ 2 മാസം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഞാൻ തരാം, കൊടുത്ത് കഴിക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തത് ഇതിന് നാട്രമുർ വണ്ണം കൊടുത്തിട്ട് ആന്റി ക്രൂഡാണ് കൊടുത്തത്. ആന്റി ക്രൂഡ് 30, പിന്നെ ബോവിസ്റ്റ 30. അപ്പോ ഏതാണ്ട് ഒരു 80% കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ബെർബറി സൈക്കിഫോളിയം ടിഞ്ചറും ഇച്ചിനേഷ്യ ടിഞ്ചറും കൂടെ 3 നേരം കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. കല്യാണം ഇനിയിപ്പോ ഈ 30-ാം തീയതിയാണ് കല്യാണം. എനിക്ക് 2 മാസം കിട്ടി കൊടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഈ ബെർബറി സൈക്കിഫോളിയം റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് എത്ര പ്രാവശ്യം അപ്ലൈ ചെയ്യാൻ പറ്റും അത്രയും പ്രാവശ്യം. മറ്റേ ഉള്ളിലോട്ട് കഴിക്കുമ്പോൾ 10 തുള്ളിയാണോ? കഴിക്കുന്ന 10 തുള്ളി വെച്ച് 3 നേരം കഴിക്കും. ഇച്ചിനേഷ്യയും അത് തന്നെ. അതെ. ആന്റിക്രൂഡും ബോവിസ്റ്റയും 3 നേരം വെച്ചാണോ? 3 നേരം തന്നെ കൊടുക്കും. ബോവിസ്റ്റ കൊടുക്കാൻ കഴിഞ്ഞ കുറെ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് കളയാനായിട്ട്. ടൂ മച്ച് കോസ്മെറ്റിക്സ് ഉപയോഗിച്ച ഒരു കോസ്മെറ്റിക്സിന്റെ ആന്റിഡോട്ടായിട്ട് നമുക്ക് ബോവിസ്റ്റ കൊടുക്കും. നാട്രമുറ് കൊടുത്താൽ ഇങ്ങനെ ഇവിടെ എല്ലാം ഇങ്ങനെ കുരുക്കള, ഇങ്ങനെ ഈ ഹെയറിന് ചുറ്റും ഇങ്ങനെ കുരുക്കളും ഓയിലി സ്കിന്ന്. പിന്നെ അതിന്റെ ആൻസൈറ്റി ഉണ്ടല്ലോ, ഇപ്പൊ കല്യാണമൊക്കെ ആയി ഇങ്ങനെ ഈ മുടിക്ക് ഇങ്ങനെ മാർജിനിലൊക്കെ നമ്മൾ താരനും ഒക്കെ വരുമ്പോഴത്തേക്കും ഏറ്റവും നല്ലത് നാട്രമുറാണ്. അത് ഒരു ഡോസേ കൊടുക്കുള്ളൂ? നാട്രമോർ ഒരു ഡോസേ ഉള്ളൂ? ചെന്നം 2 ഡോസ്. ചെന്നമാ കൊടുത്തത്? ചെന്നം 2 ഡോസ്. എന്നിട്ട് പിന്നെ ആന്റിക്രൂഡും ബോവിസ്റ്റയും കൊടുക്കും. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? മാഡം ആ ക്ലാസ്സിന്റെ
മെഡിസിൻസ് പറഞ്ഞാല്? ക്ലാസ്സിന്റെ മെഡിസിൻസ് പറയാന് ആ, ആരും അഡ്വൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട്. ഇല്ല. ഞാൻ അവിടെ ഇങ്ങനെ കുറച്ച് മെഡിസിനെ ഞാൻ പറഞ്ഞുള്ളൂ. ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ ആണ് ഞാൻ പറയണോ? ആ, ആ ഡോക്ടറെ, ഒരു ആ ഉത്തരവേള പറയുമ്പോൾ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ മോശമല്ലേ? ആ ആ, അതായത് ഒരു 40 വയസ്സുള്ള ലേഡി, ആ അവർക്ക് അടുത്ത ദിവസം, അവർക്ക് ഇങ്ങനെ അടുത്ത ആഴ്ച ആ, അവരുടെ വീടിനൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ആ പരിപാടിയോട് അനുബന്ധിച്ച് അവർക്ക് താലപ്പൊലിയൊക്കെ നടത്തണം വീട്ടിൽ നിന്ന്. ഇപ്പൊ മെൻസസ് ആകാറായിരിക്കുകയാണ്. ആ മെൻസസ് ക്രമം തെറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ആ സമയത്ത് അവർക്ക് അവരുടെ നേച്ചർ വെച്ച് പൾസാറ്റിലെ കൊടുത്ത് ഒരാഴ്ച മെൻസസ് ആയി. ഇത് 2 ആഴ്ച മുമ്പുള്ള സംഭവമാണ്. മെൻസസ് ആയി. മെൻസസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അത് മെൻസസ് ആകുക എന്ന് പറയുമ്പോൾ അതിങ്ങനെ ആദ്യം 2 ദിവസം ഇച്ചിരി ഡിസ്ചാർജ് മാത്രം വന്നു. പിന്നെ പേരിന് കുറച്ച് വന്നു. അപ്പൊ അവരോർത്തോ രക്ഷപ്പെട്ട് മെൻസസ് ഒക്കെ നിന്ന്. അപ്പൊ നമുക്കറിയാം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നല്ല ശരിക്കുള്ളതും വരുമെന്ന്. അത് മിണ്ടിയില്ല. കാരണം ഇനി അവരുടെ ഉറക്കൊക്കെ എടുത്ത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളായതുകൊണ്ട് മിണ്ടെന്ന് കരുതി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം അതുപോലെ തന്നെ ആവർത്തിച്ചു. അപ്പൊ പെട്ടെന്ന് അവർ വന്നു. അപ്പൊ ഞാൻ അവരുടെ കാരണം മെൻസസ് ആയി കഴിയുമ്പോൾ നമ്മൾ കഴിയുന്നത് ഫിസിഷ്യൻ ഇടപെടരുതെന്നാണല്ലോ. അതെ. ലൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ തൽക്കാലം കാൽക്കേരിയ ഫോഴ്സ് 6X പിന്നെ പ്ലാസിബോ പിൽസും ഒക്കെയാണ് കൊടുത്തുവിട്ടത്. അപ്പം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു ഡോക്ടറെ കൂടുതലായിട്ട് പോകുന്നുണ്ട് അങ്ങനെ. അപ്പൊ ഞാൻ 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തു. കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരുവിധം ബ്രൈറ്റ് ബ്ലഡ് പോലെ വന്നു. അപ്പൊ ഞാൻ അവരുടെ ആന്റിസിപ്പേഷനും ആങ്സൈറ്റിയും എല്ലാം വെച്ചുകൊണ്ട് ഫോസ്ഫറസ് കൊടുത്ത് 30. അപ്പൊ ഒരു 2 ദിവസത്തേക്ക് ഒരു ചെറിയ ആശ്വാസമൊക്കെ ഉണ്ടെങ്കിലും അവർ പിന്നെയും ഇനി ഒരു 3 ദിവസം കൂടിയേ ഉള്ളൂ. ഭയങ്കര ടെൻഷനായി. അപ്പൊ ഞാനൊന്ന് റെഫർ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ വിളിച്ചു ചോദിച്ചു ഇപ്പോഴെങ്ങനെ ബ്ലഡിന്റെ നിറം പറഞ്ഞത് ഒരു ബ്ലാക്ക് കളർ ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷെ ബ്ലഡ് ബ്രൈറ്റ് റെഡും ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം അത് വെച്ചുകൊണ്ട് ഒരു സബൈന 30 അതിനോടൊപ്പം തന്നെ ഇവർക്ക് ടിഞ്ചറായിട്ട് ഹമവലി ടിഞ്ചറും കൂടി ജസ്റ്റ് അതൊരു 2 hourly 20 ഡ്രോപ്സ് കഴിക്കാൻ പറഞ്ഞു. അടുത്ത ദിവസമായപ്പോൾ അത് കുറച്ച് വ്യത്യാസം വന്ന്. അപ്പൊ ഞാൻ വീണ്ടും അവർക്ക് ടിഞ്ചർ തലാപ്സിയാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനോടൊപ്പം തന്നെ ഇവർക്ക് അടുത്ത ഇപ്പൊ നാളെയാണ് ഡേറ്റ്, നാളെയാണ് ഇവരുടെ ഫംഗ്ഷൻ നടക്കേണ്ടത്. നടക്കും. ഇവർക്ക് ഭയങ്കര സ്ട്രെസ്സായി. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ബ്ലീഡിങ്. അപ്പൊ ഇവര് ഫുൾ ടൈം ഓട്ടമാണ് ഓരോ കാര്യങ്ങൾക്കായിട്ട്. ഈ ഇത് നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഓട്ടമാണ്. അപ്പം ഭയങ്കര സ്ട്രെസ്. ഞാൻ എന്തായാലും ഒരു ഡോസ് ആർണിക്ക 30 ഇവിടെ കൊടുത്തു. സംഭവം ഇന്നായിരുന്നു പരിപാടി. എല്ലാം ഗംഭീരമായിട്ട് നടന്നു. ഇതിൽ എവിടെയൊക്കെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ ഇവിടെ എവിടെയൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഞാനങ്ങനെ ഒറ്റ ടീച്ചറും അവർക്ക് കൊടുത്തിട്ടില്ല ഇതിനു മുമ്പ്. ഈ ഒരു ലാസ്റ്റ് സ്റ്റേജ് വന്നപ്പം അറ്റ കൈ പ്രയോഗം പോലെയാണ് അതുകൂടെ ഉപയോഗിച്ചത്. ഇതിനെ ഒന്ന് നേരായ വഴിക്കൊന്നാക്കാമോ? ഇത് 40 വയസ്സെന്ന് പറയുമ്പോഴല്ലേ ഒരു മെനപ്പോസൽ ഏജ് ആയില്ലേ? അത് നമ്മൾ പറഞ്ഞേ മെനോപോസൽ ചേഞ്ചസ് ആണ് നിങ്ങൾ വരുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2 മാസം കൂടുമ്പോഴൊക്കെ മിസ് ചെയ്തിട്ട് വരുമ്പോഴിങ്ങനെ വരാം. പിന്നെ ചിലപ്പം മാസത്തിൽ 2 തവണ വരാം. ചിലപ്പോൾ ഒന്ന് നിൽക്കുന്നതിന് മുമ്പ് അടുത്തത് വരാം. അപ്പൊ ഈ ഒരു സ്റ്റേജ് ഇങ്ങനെയൊക്കെയാണെന്ന് നേരത്തെ തന്നെ ഇവർക്ക് ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷനൊക്കെ ഇങ്ങനത്തെ ഉള്ള ഒരു ഏജിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഇപ്പൊ അമ്പലത്തിൽ പോകണം ഡോക്ടറെ, എനിക്ക് ഞങ്ങളൊരു പൂജ നേർന്നിരിക്കുക, തിരുപ്പതി പോകാൻ പോവാണ്, അല്ലെങ്കിൽ പഴനിക്ക് പോവാണ് എന്ന് പറഞ്ഞു ഈ ഡേറ്റിലാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത്
ഡോക്ടർ എങ്ങനെയായിരിക്കും അത് മാനേജ് ചെയ്യുന്നത്? കാരണം ഈ ഒരു 18 വയസ്സുള്ള അല്ലെ 21 വയസ്സ് 35 വയസ്സുള്ളവർക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും മെൻസസ് ആയിരിക്കുമല്ലോ. ഇത് ഇറഗുലർ ആകാൻ സാധ്യതയുണ്ട്, ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്, എയർലി ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും? പിന്നെ രമ പറയുന്നുണ്ടായിരുന്നു ഹമാമിലിസ് ടിഞ്ചർ എത്ര ഒരാഴ്ച മുമ്പ് കൊടുത്താൽ അത് പോസ്റ്റ്പോണ്ട് ആകുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ അങ്ങനെ പറഞ്ഞ് നമുക്ക് കൊടുക്കുമ്പോഴേ ഇവരുടെ ആൻസൈറ്റി കൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ പീരീഡ് വരും. അതെ അതെ ഏഹ് അതെ അതെ ആൻസൈറ്റി ആ സമയത്ത് പീരീഡ് വരും. പ്രത്യേകിച്ച് ഇറഗുലർ പീരീഡ് ഉള്ളവരാണെങ്കിൽ നമുക്ക് അത് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ പേര് പോകും, അത്രയേ ഉള്ളൂ. ഞാൻ പറയും നിങ്ങൾ ഗൈനക്കിനെ കാണിക്കാൻ പറയും. പിന്നെ ഈ മെനപ്പോസൽ ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ അനുഭവം, ഞാൻ ഒരു 40 വയസ്സ് കഴിഞ്ഞൊരു പേഷ്യന്റ് വരുവാണെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് പീരീഡ് വരുവാണെങ്കിൽ ഒരു ഡോസ് ലക്കേസിസ് 1 കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഡേ കഴിക്കാൻ പറയും. അപ്പൊ നമുക്ക് പിന്നത്തെ പീരീഡ് അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ഇറഗുലാരിറ്റി വരില്ല. സ്പോട്ടിങ് ആയിട്ട് വരുവാണെങ്കിൽ അതൊരു അനീമിക് ആണോ എന്ന് നോക്കണം. അനീമിക് ആണോ നോക്കിയിട്ട് ഫെറമെറ്റോ ഫെറമൈഡോ അത് 3x കൊടുക്കേണ്ടി വരും. പിന്നെ ഇവരുടെ ഒരു നേച്ചർ വെച്ച് ഇവര് ലാക്ടോസിന്റെ ഒരു രീതിയല്ല. കാരണം അത് പറയാൻ കാര്യം, ഇവര് ഈ അതായത് കഴിഞ്ഞ ദിവസം ഇവരുടെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വീണ്ടും വന്നു, ഡോക്ടറെ ഒരു രക്ഷയില്ല, എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല, ആകെപ്പാടെ പ്രശ്നം, എനിക്കാണെങ്കിൽ 100 കാര്യങ്ങൾ, ഇവൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കൂടി പരിപാടി ചെയ്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതായത് ഫുൾ നെഗറ്റീവ് ആകും. അപ്പം ആ ഫുൾ നെഗറ്റീവ്, അത് ടിപ്പിക്കൽ പൾസാരിറ്റിയുടെ ഒരു രീതിയാണല്ലോ. ഒരു എവർ ചേഞ്ചിങ് ആണ്. നമ്മൾ പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഹസ്ബൻഡ് പറയുന്നത്, ഓക്കെ ഞാൻ ഇതിനു മുമ്പ് എന്നെ മിക്കവാറും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ, നമുക്കൊന്ന് കിടക്കാൻ പറ്റുമോ, കിടന്ന് ഞാനൊന്ന് ഉറങ്ങി വരുമ്പോൾ ഉണർത്തിയിട്ട് പറയും ചേട്ടാ ഇത് ആയിട്ടില്ല ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ നടത്തിക്കോ, നിങ്ങൾ വേറെ ആരും എല്ലാവരും കൂടെ നടത്തിക്കോ, ഇങ്ങനെ അങ്ങനെയുള്ള ലാക്ടസിസ് ആകുമ്പോ അങ്ങനെയല്ലല്ലോ. പൊട്ടി ആടി ഭയങ്കര ഈ പക്ഷെ ഇവിടെ ഒന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് നിങ്ങൾ ഇത് സഹിക്കാനൊന്നും പറ്റില്ല, നിങ്ങൾ എവിടെ വെച്ച് എന്നെ കൊണ്ടുപോകണം, ഇപ്പൊ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ പോകും, അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അവര് ആ രീതി ആയിരിക്കുമല്ലോ. ഈ മൈൽഡ് നേച്ചറും ഇങ്ങനെ കരയുന്ന രീതി ഒന്നും ആയിരിക്കില്ലല്ലോ. അപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈവൻ പൊതുവെ നമ്മളെല്ലാം പറയും മെനോപോസിൽ ഏറ്റവും നല്ല മെഡിസിൻ ലാക്ടോസിസും ഗ്രാഫൈറ്റിസും ഒക്കെയാണ്. പക്ഷേ പൾസാറ്റിലെയും മെനോപോസിൽ ഏറ്റവും നല്ലൊരു മെഡിസിൻ അല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ അത് തന്നെയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ പോകുന്നതല്ലേ ഉത്തമം. ഹരിഹരൻ സാറിന്റെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ ഡോക്ടർ പറയും. 2 കാര്യങ്ങൾ പറയാം. ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റിക്ക് മെഡിസിൻ ഈസ് അർജന്റൻ നൈട്രിക്കം. അർജന്റൻ നൈട്രിക്കം ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി, ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി ആണത്. അപ്പൊ അതിന് അർജന്റൻ നൈട്രിക്കം തന്നെയാണ്. ഒറ്റ സിംഗിൾ മെഡിസിൻ കൊടുത്താൽ മതി. അത് 2 ഡോസ് കൊടുത്താൽ ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി കുറയും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പത്തോളജിക്കൽ ചേഞ്ചസ് ഒക്കെ കുറയും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ നേരത്തെ, ഈ മെൻസസ് ഡേ പോസ്റ്റ്പോൺ ചെയ്യുന്നതിന് എന്തായാലും കോസ്റ്റിക്കം 200 ഒരു 2 hour ഇന്റർവെല്ലിൽ വെച്ചും ആദ്യം, അത് കഴിഞ്ഞ് 3 നേരം കൊടുക്കുക. അതിന്റെ കൂട്ടത്തിൽ കമാമലിസ് ടിഞ്ചറും ട്രില്യൻ ടിഞ്ചറും കൊടുത്താൽ പോസ്റ്റ്പോൺ ചെയ്യും. എപ്പോ വിഡ്രോ ചെയ്യുന്നോ അപ്പം പീരീഡ് വരും. എത്ര ദിവസം മുന്നേ കൊടുക്കണം ഡോക്ടറെ? ഞാൻ 2 ആഴ്ച മുമ്പാ കൊടുക്കുന്നത്. 2 ആഴ്ച മുമ്പ് സ്റ്റാർട്ട് ചെയ്യും. തുടങ്ങിയിട്ട് കൊടുക്കേണ്ടി വരും അല്ലേ? എനിക്ക് അനുഭവമുണ്ട്. അതും ഞാൻ ഈ ഇറഗുലർ മെൻസസിന്റെ എനിക്കറിയാൻ മേല, അതുപോലെ ഇത്രയും പീരീഡ് ഇത്രയും വയസ്സായവരുടെ എനിക്കറിയാൻ മേല. ഞാനിത് ഇവിടെ എൻ്റെ ഒക്കെ വരും. കാര്യം ഈ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ തന്നെ എൻ്റെ ഒക്കെ വരുന്നിട്ടുണ്ട്. ഒരാളിൻ്റെ 1-2 ആളിൻ്റെ ഞാൻ പോസ്റ്റ്പോൺ ചെയ്ത് കൊടുത്തിട്ട്, കാര്യം
അവർക്ക് ഈ വൈവ അങ്ങനെയുള്ള ഡേറ്റ് വരുമ്പോൾ ഇവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ധനേഷ് പറഞ്ഞ പോലെ ഈ ഈ റിലീജിയസ് ഫങ്ഷൻ അതിനുമൊക്കെ ഞാൻ പോസ്റ്റ്പോൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അധികം കിട്ടുന്നില്ല. കാര്യം അത് ഞാനൊരു മെയിൽ ഡോക്ടർ ആയതുകൊണ്ടാണ് അധികം കിട്ടാത്തത്. പക്ഷെ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കത് എഫക്റ്റീവായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കൊടുത്തു നോക്കാം. കൊടുത്തു നോക്കത്. അപ്പൊ അത് വിഡ്രോ ചെയ്തപ്പം ഇവർക്ക് പീരീഡ് വരികയും ചെയ്തു. കൊടുക്കണം. ഞാൻ സാധാരണ ഞാൻ 15 ഡ്രോപ്സ് വെച്ച് കൊടുക്കും. അത് 2 hourly ഒന്നും ഇല്ല. അതൊരു 3 നേരം വെച്ചേ കൊടുക്കത്തുള്ളൂ. 3 നേരം വെച്ച് കൊടുക്കും. അത് പിന്നെ ഈ ഹമാമിലിസും കൊടുക്കും, ഞാൻ ട്രില്ലിയും കൊടുക്കും. കോസ്റ്റിക്കം 3 നേരം വെച്ച് കൊടുക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അത് ട്രൈ ചെയ്യുക. പിന്നെ ഡോക്ടർ ധനേഷ് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഒത്തിരി നമ്മള് ബാബിളി ചെയ്യണ്ട. അതപ്പം ഹോമിയോപ്പതി സ്ട്രിക്റ്റ് ആയിട്ട് ഇതല്ലേ, ആ മെന്റൽ സിംറ്റം കറക്റ്റാ ധനേഷ് പറഞ്ഞത്. ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി, അതിന് അർജന്റൈട്രിക്കം തന്നെ അത് കൊടുക്കണം. ശരി സാർ. ഞാൻ ഇവർക്ക് നേരത്തെ ഒരിക്കലും വേറൊരു ഇത് വന്നപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് വന്നില്ലായിരുന്നു. അപ്പോഴും പിന്നെ ഒരു പൾസാറ്റിലെ 10 ml അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയായി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ രീതിക്ക് തന്നെ പോയത്. കാരണം ഇവരുടെ നമ്മൾ പറയില്ലേ, ടെമ്പർമെന്റ് ഒരിക്കലും പൂർണ്ണമായിട്ടും നമുക്ക് അവരെ ബാക്ക് ചെയ്യാൻ പറ്റില്ല. ടെമ്പർമെന്റ് ക്യാൻ ബി മോഡിഫൈഡ് എന്നാണ്, ബട്ട് കനോട്ട് ബി ചേഞ്ച് ടോട്ടലി എന്നാണല്ലോ. അതുകൊണ്ടാണ് അവർ പിന്നെയും ആ ടിപ്പിക്കൽ പൾസാറ്റിലയുടെ ബാക്കി, കാരണം ആന്റിസിപ്പേറ്ററി ആക്ടി ശരിക്കും സാറ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ആ സമയത്ത് ഞാൻ അതിനപ്പുറത്തേക്കുള്ള രീതിയിലാണ് അവരുടെ ഡിസ്പോസിഷൻ ചേഞ്ച് കാണിച്ചുകൊണ്ടാണ് അങ്ങനെ പോയത്. ഒരു പക്ഷേ അത് കൊടുത്തിരുന്നെങ്കിൽ അന്നേരം ഈ പറഞ്ഞ പോലെ ഒരു 1 or 10 ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ കൊണ്ട് അത് കൺട്രോൾ ആയേനെ. എന്തായാലും നല്ല ഒരു ഇടപെടലാണ് സാറിന്റെ ഭാഗത്തുണ്ടായത്. നല്ല സന്തോഷം. മെനപ്പോസൽ കംപ്ലൈന്റ് എന്ന് പറയുമ്പോഴേ എന്റെ ഒരു അനുഭവം, ഞാൻ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന മെൻസസിന് ഫസ്റ്റ് ഡേ കിട്ടിയെങ്കിൽ ഫസ്റ്റ് ഡേ കഴിക്കാൻ കൊടുക്കും. അതല്ലെങ്കിൽ ലാസ്റ്റ് ഡേ ലക്കേസിസ് വണ്ണം കൊടുക്കാൻ പറയും. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇറഗുലാരിറ്റി വരുന്ന കേസിലും ഹോട്ട് ഫ്ലഷസ് വരുന്ന കേസിലും പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒരു ഡോസ് ലക്കേസിസ് 30, ഉച്ചയ്ക്ക് ഒരു ഡോസ് പൾസാറ്റില 30, രാത്രിയിൽ ഒരു ഡോസ് കോർപ്പസ് ലൂട്ടിയം 30 കൊടുക്കുമ്പോൾ ഈ പീരീഡ് ഇങ്ങനെ ഒരു 2 മാസം അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഒക്കെ പിന്നെ പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ഈ മെനപ്പോസൽ ടൈമിൽ വരുന്ന ഹോട്ട് ഫ്ലഷസും വളരെ മിനിമൈസ് ആയിട്ട് കാണുന്നുണ്ട്. ലക്കേസിസ് രാവിലെ, പൾസാറ്റിലെ ഉച്ചയ്ക്ക്, കോർപ്പസ് ലൂട്ടിയം രാത്രിയിൽ. അങ്ങനെ കുറച്ച് നമ്മൾ 1 gram പിൽസില് ഒരു 1 or 2 drops അല്ലേ ഇടുന്നുള്ളൂ, മിനിമം ഡോസ് അല്ലേ കൊടുക്കുന്നത്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പീരീഡ് വന്നാൽ ഫസ്റ്റ് ഡേ ഒരു ഡോസ് ലക്കേസിസ് വണ്ണം കൊടുക്കും. ഫസ്റ്റ് ഡേ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തീരുന്ന അന്ന് കൊടുക്കും. അപ്പൊ ആ ഒരു ഇറഗുലാരിറ്റി മാറിക്കിട്ടും. മെനപ്പോസൽ ബാക്കി മെന്റൽ സിംറ്റംസിനും ഫിസിക്കൽ സിംറ്റംസിനും വളരെ മാറ്റം കാണുന്നുണ്ട്. നമ്മൾ 30 നമ്മളെ പ്യൂബർട്ടിയില് നമ്മുടെ മെഡിസിൻ വരുന്നത് ഏതാ? പൾസാറ്റില് അല്ലേ? പ്യൂബർട്ടിയിൽ കൂടുതൽ വരുന്നതും പൾസാറ്റില, നാട്രമൂറൊക്കെയാണ്. അപ്പൊ പ്യൂബർട്ടി വിട വാങ്ങുന്നതല്ലേ മെനപ്പോസ് എന്ന് പറയുന്നത്, പ്യൂബർട്ടി നിൽക്കുന്നതല്ലേ. അപ്പൊ നമുക്ക് അവിടെ ഈ പൾസാറ്റിൽ, അവിടെയും പൾസാറ്റിലാക്കി. ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. മെനപ്പോസൽ കംപ്ലൈൻസിനും ഹോട്ട് ഫ്ലഷസ് ഒക്കെ മച്ച് ബെറ്റർ ആണ്. ഇത് തന്നെ നമുക്ക് ഹിസ്റ്ററക്ടമി ചെയ്ത പേഷ്യൻസിനും കൊടുക്കാം. ഹോട്ട് ഫ്ലഷസ് ഞാൻ പറയും 3 മാസം കഴിക്കണം എന്ന് പറയും. ഈ ലാക്ടസിസ് കേട്ടോ ഡോക്ടറെ, ഒരു വണ്ടർഫുൾ മെഡിസിൻ ആണ്. ഈ ലാക്ടസിന്റെ വേറെ ഒരു സിംറ്റം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മുടെയൊക്കെ ഒരു പേഷ്യന്റ് വരുന്നു, നമ്മൾ നോക്കുമ്പോൾ BP ഹൈ ആയിട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റില് നമ്മുടെയൊക്കെ വരികയാണ്. അവർ BP മരുന്നൊന്നും കഴിച്ചിട്ടില്ല. അവർ ഈ BP സിംറ്റം പറഞ്ഞ് നമ്മുടെയൊക്കെ വരുവാണെങ്കിൽ
ലാക്കസിസ് വണ്ണം 2 ഡോസ് കൊടുത്തേര്. വേറെ ഒരു മരുന്നും കൊടുക്കണ്ട. കുറഞ്ഞ് അവരുടെ നോർമലി വരും. ഒത്തിരി നാള് എനിക്ക് ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ലാക്കസിസ് വണ്ണം ഒരു 15 ഡേയ്സ് കൂടുമ്പം ഓരോ ഡോസ് കൊടുത്തു. ഒരു 4 സാറുമാരുണ്ട് എനിക്ക്, 4 ലേഡി ടീച്ചേഴ്സ്. ഇവരിങ്ങനെ സ്ഥിരമായിട്ട് വന്ന് ഞാൻ BP ചെക്ക് ചെയ്യും, നോർമലാന്ന് പറയും, അവർ സന്തോഷമായിട്ട് അങ്ങ് പോകും. ഒരു റാവോൾഫിയോ ഒന്നും കൊടുക്കാറില്ല. അപ്പോ ആ ലാക്കസിസിന്റെ ആക്ഷൻ നോക്കിയേ. പക്ഷെ അതിനൊരു പ്രത്യേകതയുള്ള എന്താന്ന് വെച്ചാൽ വേറെ മരുന്ന് കഴിക്കാത്തവരായിരിക്കണം, ആദ്യം വരുന്നവരായിരിക്കണം. അങ്ങനെ ഞാൻ കണ്ടിരിക്കുന്നത്. അത് എനിക്കൊന്ന് ലാക്കസിസിന് കെന്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് എങ്ങനെയോ അത് കിട്ടിയിട്ടുണ്ടത്. ആരും പറഞ്ഞു തന്നതല്ല, എനിക്കത് എങ്ങനെയോ ഏതോ ബുക്കിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. അക്ഷരം പ്രതി ശരിയാണ്. അങ്ങനെ ഒരു അനുഭവം. ലാക്കസിസിന്റെ വേറൊരു സിംറ്റം ഉണ്ട് ഡോക്ടറെ. എന്താ അറിയാമോ? കുറച്ച് പ്രായമായി കഴിയുമ്പോഴേ ഈ കട്ടിയുള്ള തുണികൾ ഉപയോഗിക്കാൻ മേല അവർക്ക്. കട്ടിയുള്ള തുണികൾ, സാരികളൊക്കെ ഉണ്ടല്ലോ, സാരികളാണെങ്കിലും മറ്റ് ബ്ലൗസ് ആണെങ്കിലും മറ്റ് എവരിത്തിങ് ഷുഡ് ബി ലൂസൻഡ് ആയിരിക്കണം. അതായത് ഇറുകിയ വസ്ത്രങ്ങളൊന്നും അവർക്ക് പറ്റത്തില്ല. ഈ കട്ടിയുള്ള വസ്ത്രങ്ങൾ പറ്റത്തില്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലാക്കസിസ് ഒരു ഹോട്ട് പേഷ്യന്റ് ആണ്. ലാക്കസിസ് സിവിയർലി ഹോട്ട് പേഷ്യന്റ് ആണ്. അത് എസ്പെഷ്യലി മെനോപാസ് എടുക്കുമ്പം അവർക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കട്ടിയുള്ള വസ്ത്രങ്ങൾ പറ്റാത്തതും ലൂസായിട്ട് കിടക്കണം അവർക്ക്. അങ്ങനെ ആകുമ്പോൾ അവരുടെ ഹോട്ട് ഫ്ലഷസിന് ഒക്കെ വ്യത്യാസം വരും. പിന്നെ അടുത്തത് ലാക്കസിസിന്റെ സസ്പീഷ്യസ് ലൊക്കേഷൻസ്, അതൊരു പ്രധാന ഘടകമാണ്. അതായത് ഈ കുശുംബം കുന്നായ്മ നമ്മുടെ ലോക്കലായിട്ട് പറയും, കുശുംബം കുന്നായ്മ. അത് ഈ ലാക്കസിസ് പേഷ്യന്റിന്റെ ഒരു പ്രത്യേകതയാണ്. ലാക്കസിസ് പേഷ്യന്റ് അല്ലേ? ലാക്കസിസ് പേഷ്യന്റ് അതെ, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. എന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ്, ഒരു സിസ്റ്റർ ഉണ്ട്. അവര് ഞാൻ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പം ഞാൻ പറയും, നിങ്ങൾ എങ്ങോട്ട് പോവുക? ഞങ്ങൾ അവിടെ കൂടെ കയറിയിട്ട് വേണം പോവാൻ. ഞാൻ പറയും, നിങ്ങളെ വിടത്തേയില്ല. സംസാരിച്ച് വേറെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് മെഡിക്കൽ ഇല്ലാത്തതാ. എന്താണെന്നറിയാമോ? ഈ ലാക്കസിസ് പേഷ്യന്റ് അവരുടെ സ്വന്തം കാര്യം റിവീൽ ചെയ്യത്തില്ല. അവരുടെ സ്വന്തം രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ റിവീൽ ചെയ്യില്ല. അവർ ഒത്തിരി സംസാരിക്കും. അവര് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തും. ഇങ്ങനെ ചോദിച്ച് നമ്മുടെ രഹസ്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ചോർത്തിയിടും. അത് ലാക്കസിസ് പേഷ്യന്റ് ഒരു പ്രത്യേകത. ബഹുരസമായി ലാക്കസിസ് പേഷ്യന്റ്. അത് ചികിത്സിക്കാൻ തന്നെ നല്ല രസമാണ്. എന്ന് മാത്രമല്ല സാറേ, ഒരു കഥ പറഞ്ഞാൽ ആ തുമ്പും പാലും ഇല്ലാതെ അടുത്ത കഥയിലോട്ട് പോകും. അതെ, അങ്ങനെ അതായത് ഇന്ന് ഇപ്പൊ സാറിന്റെ കുറ്റമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനിടയ്ക്ക് പിന്നെ പറയുന്നത് മോഹൻലാലിന്റെ സിനിമയെ, ഞങ്ങൾ ആ സിനിമ കണ്ടു, എന്ത് നല്ല സിനിമയാണെന്നറിയോ അതില്. പക്ഷെ എന്നാലും മറ്റേ സിനിമയെ പോലെ വന്നില്ല. പിന്നെ അവിടെ നിന്ന് വഴിതെറ്റിയിട്ട് പിന്നെ അവൻ പറയുന്ന ചിലപ്പോ, ഇന്നത്തെ മോദിയുടെ ഭരണം എന്ത് ഭരണമാണ്, ഈ പണ്ടത്തെ ഭരണം എന്ത് നല്ലതായിരിക്കും. ഇങ്ങനെ സബ്ജക്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും. ലാക്കസിന്റെ പ്രത്യേകതയാ. ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടേ. അതുപോലെ തന്നെ ലാക്കസിന്റെ ഏറ്റവും വലിയ ഒരു വേറെന്താ അറിയാമോ? ഈ എവിടെങ്കിലും ഒരു ഡിസ്ചാർജ് വന്നാ ഉണ്ടല്ലോ, നമ്മൾ വേറെ ഒരു മെഡിസിനും കൊടുക്കണ്ട, താനെ കുറഞ്ഞോളൂ അസുഖം. എവിടെങ്കിലും ഒരു ഡിസ്ചാർജ് വന്നാൽ മതി. ഒന്നില്ലെങ്കിൽ ബ്ലീഡിങ്ങോ, ഇല്ലെങ്കിൽ വയറിളക്കമോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ മതി, ഒരു പനിയോ എന്തെങ്കിലും വന്നാൽ മതി. ആ ലാക്കസിന്റെ നമ്മൾ ചികിത്സിക്കുന്ന രോഗം കുറയും. ലാക്കസിന്റെ പ്രത്യേകതയാണ്. ചോദ്യം വന്നിട്ടുണ്ട്, കണ്ടോ? അല്ല, എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. ഞാൻ വായിക്കാം. വണ്ണം വെയിറ്റ് കുറയണം എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു വെയിറ്റ് കുറയാനായിട്ട് എനിക്കൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇത് കിട്ടിയത് കൽക്കേരിയ കാർബ് 6. ഡോക്ടർ, അതിന്റെ കൂടെ ഒരു മരുന്ന് കൂടെ ഞാൻ പറഞ്ഞോട്ടെ.
ആ ടിർസിലാബോ കലോട്രോപ്പിസ് അല്ലല്ല, ടിഞ്ചർ കലോട്രോപ്പിസ് ടിഞ്ചർ കൊടുക്കും, ആ കുറയും, കലോട്രോപ്പിസ് ടിഞ്ചർ കൊടുക്കുമ്പോൾ ഫാറ്റ് കുറയും, നല്ലപോലെ ഫാറ്റ് കുറയും, ആപ്പിറ്റൈറ്റ് കുറയും. അപ്പറ്റൈറ്റ് കുറയും, ഫാറ്റ് കുറയും. പിന്നെ പിന്നെ കാൽക്കേരിയ കാർബിന്റെ ഞാനൊരു പ്രത്യേകത പറയട്ടെ. കാൽക്കേരിയ കാർബ് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അതിന്റെ എന്താന്ന് വെച്ചാൽ അവരുടെയൊക്കെ ചോദിച്ചാൽ മതി. നിങ്ങൾ മൂന്ന് നേരത്തെ ഭക്ഷണം പറയാമല്ലോ നമ്മൾ ചോദിക്കണം. അപ്പൊ നമ്മള് ഒരു പിന്നെ ഇന്ന ഭക്ഷണം എന്ന് പറയരുത്, നിങ്ങൾ 3 നേരവും ഏത് ഭക്ഷണങ്ങളൊക്കെയാ കഴിക്കുന്നത്. അപ്പൊ അവര് പറയുന്ന എന്തായിരിക്കും എന്നറിയാമോ? എനിക്ക് 3 നേരവും ചോറ് കിട്ടിയാൽ ഞാൻ സന്തോഷം. ഈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അവരെത്ര വേണമെങ്കിലും ചോറൊക്കെ ഇഷ്ടം പോലെ കഴിക്കും. ചോറ് കഴിക്കാതെ അവർ കിടന്നുറങ്ങത്തില്ല, അതും കൂടുതൽ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് അപ്പൊ കാർബോഹൈഡ്രേറ്റ് ഇഷ്ടം പോലെ കഴിക്കുന്ന ഒരു പേഷ്യന്റ് ആണ് കാൽക്കേരിയ കാർബ് എന്ന് പറയുന്നത്. അവരുടെ സാറേ ആ ചോദ്യത്തിന്റെ കൂടി കുറച്ചുകൂടെ നീളത്തിലാ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ ഈ ഈ പറഞ്ഞ വണ്ണം കുറയ്ക്കണമെന്ന പേഷ്യന്റിന് ഡയബറ്റിസ് ഇല്ല, തൈറോയ്ഡ് പ്രോബ്ലം ഇല്ല, മൈഗ്രെയിൻ ഉണ്ട്, വണ്ണം കുറയും. അപ്പൊ ഈ ഡാമിയന ടീഞ്ചർ ലാക്ടിഫ്ലോർ തെരട്ടി കൊടുത്ത് ഒട്ടും കുറവില്ല എന്ന് പറഞ്ഞ് പേഷ്യന്റ് പിന്നീട് വിളിച്ചു. ഇടത് കണ്ണ് തുളച്ചു കയറുന്ന വേദന ആണ് എന്നാണ് പറയുന്നത്. വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. ഇവരുടെ മൈഗ്രെയിൻ, അലർജിക് റൈനൈറ്റിസ് ആൻഡ് ഇച്ചിങ് ഐസ്, ത്രോട്ട്, ബോഡി ഒബീസിറ്റി എങ്ങനെ മാനേജ് ചെയ്യാം? ഡോക്ടർ അൻസിൽ അതിനകത്ത് ഫുഡ് കഴിക്കുന്ന കുറവാണ്, എന്നാലും വണ്ണം വെക്കുന്നു എന്ന് പരാതി പറയുന്നുണ്ട്. അപ്പൊ ഇവര് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഏകദേശം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ പാരമ്പര്യമായിട്ട് വണ്ണമുള്ളവരാണോ, ആ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യണം. പിന്നെ ഫുഡ് കഴിക്കാതെ വരുമ്പോൾ മിക്കവാറും ഒരു ഹോർമോണൽ ഡിസ്റ്റർബൻസ് നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാവാം. പിന്നെ തലവേദന, ഇവരുടെ മൈൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അവരുടെ ബെഡ്റൂം കഥകൾ വരെ നമ്മൾ ചോദിക്കേണ്ടി വരും. സ്വീറ്റ് ഡിസയർ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതെ, സ്വീറ്റ് ഡിസയർ ആണ്, അവേർഷൻ സ്പൈസി ഫുഡ്, ഇത്രയാണ് മെയിൻ ആയിട്ട് വേണ്ടത് അല്ലേ? ഷുഗർ കട്ട്, സ്വീറ്റ്സ് ആണ്, സ്വീറ്റ്സ് ഡിസയർ പറയുന്നുണ്ട്. അതെ അതെ അതെ. അവോയ്ഡ് ചെയ്യേണ്ടത്. അപ്പൊ അത് തന്നെ തടി കൂടുന്നതിന് ഒരു കാരണമാകും. അതെ. അതെ. അരിയ സാറിന് എന്ത് തോന്നുന്നത് കേട്ടിട്ട്? ഇല്ല, എനിക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയത്തില്ല. അതെ അതെ, ഇങ്ങനെ സ്റ്റഡി ചെയ്യാതെ ആ കേസിലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്റ്റഡി ചെയ്യാതെ പറയാൻ മൈഗ്രെയിൻ എന്ന ആരാണ് അവരെ പഠിപ്പിച്ചു വിട്ടെന്നാണ് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പൊ പറയും ഞാൻ ഇന്ന ഡോക്ടർമാരെയൊക്കെ കണ്ട്. എയിൽമെന്റ്സ് ഫ്രം ബാഡ് ന്യൂസ് ഫ്രം അബോർഷൻ ഓഫ് സിസ്റ്റർ വിച്ച് വാസ്, അത് തന്നെ. അപ്പൊ നേത്രമൂർട്ട് എണ്ണം ആണ് തുടങ്ങേണ്ടത്. കാരണം സിസ്റ്ററുടെ ബാഡ് ന്യൂസ് അല്ലേ? അതെ, ബാഡ് ന്യൂസ് ഫ്രം അബോർഷൻ ഓഫ് സിസ്റ്റർ വിച്ച് വാസ്. അങ്ങനെ മെൻസസ് പെട്ടെന്ന് അബോർഷൻ ആയി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് പെങ്ങളുടെ കുട്ടിക്ക് അബോർഷൻ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വലിയ ഷോക്ക് ആയിരിക്കും. ആ ഷോക്ക് ഇങ്ങനെ മൈൻഡിൽ കിടക്കും. അത് വളർന്ന് പല രോഗങ്ങളായിട്ട് മാറാം. അപ്പൊ അതാണ് അതിന്റെ തിയറി. അപ്പൊ നമ്മൾ അവിടെയാണ് ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടത്. അപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് കാണുന്നതിനല്ല, ലാസ്റ്റ് ഉള്ളതെല്ലാം ദ കോസ് ആൻഡ് എഫക്ട് തിയറി എന്ന് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ തുടക്കത്തിൽ കാണുന്ന എല്ലാമാണ് കോസ്. ഇപ്പൊ നമ്മൾ പുറമെ കാണിക്കുന്ന മൈഗ്രെയിനും ബാക്കിയുള്ളതെല്ലാം അതിന്റെ എഫക്റ്റ് ആണ്. ഒരുപക്ഷെ ഇവര് ഈ മൈഗ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അനാൽജസിക്കും അതുപോലുള്ള മറ്റു ഗുളികളും ഒക്കെ കഴിച്ചതിന്റെ ഭാഗമായിട്ടും ഇങ്ങനെ തടി വരാവുന്നതാണ്. അപ്പൊ ഈ വെയിറ്റ് ഒരുപക്ഷെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഹോർമോൺ ചേഞ്ചസ് ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെ വരാവുന്നതാണ്. പിന്നെ കഴിയുന്നതും അത്താഴം 7 മണിക്ക് മുമ്പ് കഴിക്കുന്നതായിരിക്കും ഇത്രയും വെയിറ്റ് ഉള്ളവർക്ക് നല്ലത്. മധുരമുള്ള സാധനങ്ങൾ കഴിയുന്നത് ഡിസയർ ആകുമ്പോഴത്തേക്ക് അവരോട് പറയണം അവേർഷനുള്ള സാധനങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത്, ഡിസയർ ഉള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കാൻ പറയുക. അതാണ് സ്ട്രെസ് ഈറ്റിംഗ് ആണ്. സ്ട്രെസ് ഉള്ളതുകൊണ്ട് സ്ട്രെസ് ഈറ്റിംഗ് ആണ്. അതിലുള്ള ഒരു ജിലേബി കഴിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ വലിയ ചോറും കറിയൊന്നും കഴിക്കുന്നുണ്ടാവില്ല, ഇങ്ങനെ കഴിക്കും. ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നുണ്ടാവും, അതും ഒരു കാരണമാകും. അത് നമ്മൾ ഒരിക്കലും
ഫാറ്റ് പെട്ടെന്ന് കുറയാനെന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്ത് നേട്രമോറിന് അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. നേട്രമോർ ഫ്ലാറ്റ് ആണെങ്കിൽ പോലും മറ്റേ ഫാറ്റി ലേഡീസിൽ നേട്രമോർ വരുന്നുണ്ട്. ഗ്രാഫൈറ്റിസ്, നേട്രമോർ അങ്ങനെയുള്ള മെഡിസിനിലോട്ട് ഒബീസിറ്റിയിൽ വരുന്നുണ്ട് അത്. ഒബേസിറ്റിയിൽ വരുന്നത്. പിന്നെ ലെഫ്റ്റ് കണ്ണിനകത്തേക്ക് തുളച്ച് കയറുന്നത് തലവേദന എന്ന് പറയുമ്പോൾ അതെ. പാരിസ് ക്വാഡ്രിഫോളിയ ഒക്കെ ഉണ്ട്. പാരിസ് ക്വാഡ്രിഫോളിയ. നേട്രമോർ ലെഫ്റ്റ് സൈഡ് റെമഡി ആണ് തന്നെ പ്രധാനമായിട്ടും. നേട്രമോർ തിരിച്ചു വലിക്കുന്ന പോലെ ഉള്ളിലേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അവരുടെ ടൈം ഇമ്പോർട്ടന്റ് ആണ്. ഡേ ടൈം ആണോ നൈറ്റ് ടൈം ആണോ? ഡേ ആണെങ്കിൽ നേട്രമോർ കൂടുതൽ വരും, നൈറ്റ് ആണെങ്കിൽ ആക്സിസ് വരാൻ നൈറ്റും എഴുന്നേറ്റ് വരുമ്പോഴും ഒക്കെ ആണെങ്കിൽ ആക്സിസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ സ്പൈനീലി ആകുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ മെന്റൽ പ്രോബ്ലംസ് അല്ല കൂടുതൽ, അല്ലേ? അതെ, മാനസിക സമ്മർദ്ദമല്ല. അല്ല, ന്യൂറോട്ടിക് അതെ. മൈൻഡ് അല്ല, കൂടുതലും നേർവസ് കംപ്ലൈന്റ്. മോർണിംഗ് ഒക്കെ പ്രസന്റ് കണ്ടിന്യൂസ് എപ്പോഴും ഉണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് അങ്ങനെയുള്ള ഒരു പെയിൻ ആകുമ്പോൾ അത് എപ്പോഴും ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ആണ് അതിന്റെ ഫാക്ടർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേത്രമുട്ട എണ്ണമോ കൊടുത്തിട്ട് കാലിഫോസും 6X അതിനോടൊപ്പം തന്നെ പ്ലാസിബോസും കൊടുക്കുക. ഉറപ്പായിട്ടും അത് നല്ല കോൺഫിഡൻസോട് തന്നെ പറയുകയും വേണം. ഇതൊക്കെ മാറും. എനിക്കൊരു സംശയം ഞാൻ ചോദിക്കട്ടെ. ഒരു ഇവിടെ 70 വയസ്സ് സമയം നമ്മൾ ശ്രദ്ധിച്ചില്ല. 10:30 ഒരു 70 വയസ്സുള്ള ഡോക്ടറെ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല. നമുക്ക് എങ്ങനെയാണ് അതിന് കൊടുക്കാൻ പറ്റും? റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകുക. ഇപ്പൊ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ അറിയാം. അത് ഡോക്ടറെ ഒത്തിരി ചിന്തിക്കാനില്ലല്ലോ. ഇമ്മീഡിയറ്റ് ലോസ് ഓഫ് മെമ്മറി അല്ലേ അത്? ആ, ഇമ്മീഡിയറ്റ് ലോസ് ഓഫ് മെമ്മറി. അനാക്കാർഡിയം കൊടുക്കണം. അനാക്കാർഡിയം. ഓക്കെ. അതെ, അത് ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കണം. ശരി, 10 കൊടുക്കണം ഡോക്ടറെ. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു 5 തുള്ളിയെ ഒരു 5 ഡ്രോപ്സ് നമ്മുടെ ബ്രഹ്മി ടിഞ്ചർ ഉണ്ടല്ലോ, ബ്രഹ്മി ടിഞ്ചർ 5 ഡ്രോപ്സ് രാവിലെയും വൈകിട്ടും 5 തുള്ളി, കൂടുതൽ കൊടുക്കരുത്. 5 ഡ്രോപ്പേ കൊടുക്കാവുള്ളൂ. 5 ഡ്രോപ്പ് രാവിലെയും വൈകിട്ടും കൊടുത്തു. കാലിഫോസ് 6X കണ്ടിന്യൂ ചെയ്യും, വ്യത്യാസം വരും. കാലിഫോസ് 6X കണ്ടിന്യൂ ചെയ്യണം. കാലിഫോസ് ഇറ്റ് ഈസ് എ വണ്ടർഫുൾ റെമഡി. ഈ ഇതിന് ഇങ്ങനെയുള്ള ബെസ്റ്റ് ആണ്. ആ 6X കൊടുത്താൽ മതി. 6X കൊടുത്താൽ മതി. ഈ ബ്രഹ്മി ടിഞ്ചറും കൊടുക്കുക. അനാക്കാർഡിയ 10 ഒരു ഡോസും കൂടെ കൊടുക്കുക. 70 വയസ്സ് 70 അപ്പം മെഡിക്കൽ സ്റ്റോറും മെഡിക്കൽ എക്യുപ്മെന്റ്സും ഒക്കെ ബിസിനസ് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ. അപ്പൊ മെഡിസിനെ കുറിച്ച് അറിയാം. പിന്നെ ഇതുപോലെ ഈ ചെറുപ്പക്കാര് നിങ്ങൾ ഉടനെ ലാപ്ടോപ്പ് എടുത്ത് വെച്ച് അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് വെച്ചൊന്ന് കുത്തിയിട്ട് ഉടനെ പറയണം ഇത് എന്ത് മെഡിസിനാണ്. റെപ്പർട്ടറിയിലൊക്കെ ഞങ്ങൾ ഈ റെപ്പർട്ടറിയിലൊക്കെ കൂടുതൽ തപ്പാൻ മടിയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിനകത്തുള്ള അതിൽ സ്മാർട്ട്നെസ് ഉള്ളവരൊന്ന് കൈപ്പൊക്കാകിൽ നിങ്ങളെ അങ്ങനെയുള്ള പരിപാടികൾ ഏൽപ്പിക്കുക. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് പറയാവുന്നതാണ് ഇത് ഇങ്ങനെ മെഡിസിൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കി പത്രം ഞങ്ങൾ പറയാം. അപ്പൊ ഇത് ഈ പേഷ്യന്റിന്റെ വൈഫ് പറയാ എനിക്കാണ് മരുന്ന് വേണ്ടത്, കാരണം ഈ മറവി കാരണം എപ്പോഴും ദേഷ്യമായി, എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവിടെ അതാണ് സ്റ്റാഫിസാഗ്രിയ. ഓക്കെ, അലാറം അടിച്ചായിരുന്നു. 10:30 അലാറം വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കും, നമ്മൾ ഓർമ്മിപ്പിക്കും. സമയമായി, ഓഫ് ചെയ്തു. വളരെ വളരെ ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. പല വിഷയങ്ങളാണ് വന്നത്. പക്ഷെ വന്നതെല്ലാം എല്ലാവർക്കും പ്രയോജനമുള്ള കാര്യങ്ങളായിരുന്നു. മാഡത്തിന് നന്ദി പറയുന്നതിന് ഷീല ഡോക്ടർ ഉണ്ടോ? ഇതില് നന്ദി എന്തിനാ പറയണേ? ദിവ്യശ്രീ ഡോക്ടർ ഉണ്ട്. ദിവ്യശ്രീ എല്ലാവരും കൂടെ സഹകരിച്ചു നമ്മളൊരു
ദിവ്യശ്രീ ഡോക്ടർ ഉണ്ടോ? ആ അൺമ്യൂട്ട് ചെയ്യാൻ അതെ അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആ, ആ, ഞാൻ കൊടുത്ത് മെസ്സേജ് കൊടുത്ത് നമ്മുടെ ഡോക്ടർമാര് ഡിസ്കഷനിൽ അധികം പങ്കെടുക്കുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഇൻഹിബിഷൻ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പൊട്ടത്തരമാണെങ്കിലും പറയണ്ടേ. അതെ നമ്മള് അന്നല്ലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, എന്നല്ലേ കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ഒരു ലൈക്കപ്പോടെ ഞാൻ പറഞ്ഞാൽ എന്താവും, ശരിയാവോ, ഞാൻ പറയണോ എന്ന് എന്തെങ്കിലും ചോദിക്കണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കഥ പറയുന്ന പോലെ അങ്ങ് വന്നോളും. അതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിക്കുക. ദിവ്യശ്രീ ഡോക്ടർ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഗുഡ് ഈവനിങ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശാന്ത മാഡത്തിനോട് നന്ദി പറയാനുള്ള ഒരവസരം കിട്ടിയത് ഞാൻ എന്താ പറയുന്നത്, എൻ്റെ പേഴ്സണലി ആയിട്ടും നമുക്ക് ഇത്രയും പേര് ഇവിടെ കൂടിയവർക്ക് വളരെ മനോഹരമായിട്ടൊരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് അതിന്റെ കൂടെ സഹകരിച്ച് എല്ലാവരുടെയും അറിവുകളും ഇന്ന് കുറെ അധികം കിട്ടി. വളരെ മനോഹരമായിരുന്ന ക്ലാസ് ഡിസ്കഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് ജൂനിയേഴ്സിനൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യും. താങ്ക് യു. Okay, thank you, doctor. Thank you for നന്ദി ദിവ്യശ്രീ ഡോക്ടറെ. എന്തായാലും ഡോക്ടറും പറഞ്ഞ പോലെ എല്ലാവർക്കും പ്രത്യേകിച്ച് ജൂനിയേഴ്സിനും നല്ല പ്രയോജനമുള്ള ഒരു ഡിസ്കഷനാണ് നടന്നത്. അതിന് നേതൃത്വം കൊടുത്ത ശാന്താചന്ദ്രൻ മാഡത്തിനും അതുപോലെ തന്നെ അതിനോട് പങ്കുചേർന്ന ഹരിഹരൻ ഡോക്ടർക്കും ധനേഷ് ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ 2177 സൂം വെബിനാർ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. Thank you.